വെറും +2 ക്വാളിഫിക്കേഷൻ വെച്ച് ആർക്കിടെക്ചറൽ ഫീൽഡിൽ ജോലി നേടാൻ പറ്റുമോ എന്നുള്ളത് ഒരുപാട് ആൾക്കാരുടെ ഒരു സംശയമാണ്. എന്നാൽ ആ ഒരു ചോദ്യചിഹ്നത്തിന് ഉത്തരമായിട്ടാണ് ഇന്ന് ജിഷ്ണു എന്ന സ്റ്റുഡൻറ്റ് വന്നിരിക്കുന്നത്. Autocad 3DX Max and Revit എന്ന കോഴ്സ് പഠിച്ചിട്ട് ആർക്കിടെക്ചറൽ ഡിസൈനറായിട്ട് പ്ലേസ്ഡ് ആയിരിക്കുകയാണ് ജിഷ്ണു. അപ്പോൾ നമുക്ക് ജിഷ്ണുയുടെ എക്സ്പീരിയൻസ് ഒന്ന് കണ്ടു നോക്കിയാലോ. ഹലോ ഓൾ ആൻഡ് വെൽക്കം ടു കരിയർ ടോക്സ്. അപ്പോൾ ഇന്നത്തെ കരിയർ ടോക്കിൽ നമ്മോടൊപ്പം ഉള്ളത് ജിഷ്ണു ആണ്. ജിഷ്ണു, വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അവോധ. താങ്ക് യു. ഓക്കെ, ജിഷ്ണുവിന്റെ വീട് എവിടെയാണ്? വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്റെ വീട്ടില് വീട് കണ്ണൂരാണ്. വീട്ടില് ഇപ്പൊ അച്ഛനും അമ്മയുണ്ട്, പിന്നെ ഞാനും. ചേട്ടനുണ്ട്, ചേട്ടൻ പുറത്താണ്. വർക്ക് ചെയ്യാണ്. ജിഷ്ണു ഏത് കോഴ്സ് അവോധ ചെയ്തിരുന്നേ? ഞാൻ ഓട്ടോകാഡ് 3DX Max Revit കോഴ്സാണ് ചെയ്തത്. ഓട്ടോകാഡ് ആയിരുന്നു. ഓക്കെ, സോ എന്താണ് ഓട്ടോകാഡ് എന്നൊരു കോഴ്സിലേക്ക് വരാനുള്ള ഒരു റീസൺ എന്തായിരുന്നു? ഞാൻ ഡിസൈനിങ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഇതിനു മുമ്പ് ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് വലിയ ജോലിയൊന്നും കിട്ടിയില്ല. പിന്നെ കൊറോണ ഒക്കെ വന്ന് അങ്ങനെ പോയി. പിന്നെ അതൊന്ന് റീകോൾ ചെയ്യാൻ വേണ്ടി കൂടിയായിരുന്നു ഇതിൽ ചേർന്നത്. ഇവിടെ വിളിച്ച് പറഞ്ഞപ്പോ ഇങ്ങനെ കോണ്ടാക്ട് കിട്ടിയ ഫേസ്ബുക്കിലൊക്കെ കണ്ട് ഇങ്ങനെ വിളിക്കുമായിരുന്നു ഇത്. അപ്പൊ അങ്ങനെ വിളിച്ച് ഇതിലൂടെ വന്നതാണ്. പിന്നെ 3 മാസം ചെറിയ വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്ലേസ്മെന്റ്സ് ഒന്നും കിട്ടിയില്ലല്ലേ? ഇല്ല, പ്ലേസ്മെന്റ് ഒന്നും കിട്ടിയില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് അവോധയിൽ ജോയിൻ ചെയ്തല്ലേ? അതെ. ഓക്കെ, അപ്പൊ അവോധ എങ്ങനെ സോഷ്യൽ മീഡിയ കൂടെ തന്നെയാണോ കിട്ടിയത്? സോഷ്യൽ മീഡിയയിലൂടെ തന്നെ കിട്ടിയത്. സോഷ്യൽ മീഡിയ വഴി തന്നെയായിരുന്നു. ഓക്കെ, സോ അപ്പോ അവോധയിൽ ജോയിൻ ചെയ്തിട്ട് അവോധയിലെ ക്ലാസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഓട്ടോകാഡിനെ കുറിച്ച് ക്ലാസ് ഒക്കെ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. കുഴപ്പമൊന്നുമില്ല, ഈസി ആയിരുന്നു. ഞാൻ നേരത്തെ പഠിച്ചോണ്ട് എനിക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ വരാറുണ്ടായിരുന്നു ക്ലാസ് കാണുന്നതിനിടയ്ക്ക്? ഡൗട്ട്സ് ഒന്നും വന്നിട്ടില്ല. ഞാൻ അങ്ങനെ ഡൗട്ട്സ് വന്നാലും അതന്നെ ക്ലിയർ ചെയ്യാറുണ്ടായിരുന്നു. വേറെ വലിയ ഡൗട്ട്സ് ഒന്നും അങ്ങനെ വന്നിട്ടില്ല. നീഡ് ഹെൽപ്പ് കയറിയിട്ടുണ്ട് ഇടയ്ക്ക്. നമ്മൾ കംപ്ലീറ്റ്ലി ഓൺലൈൻ ക്ലാസ്സിലല്ലേ ജിഷ്ണു പഠിച്ചത്? അതെ. ഓൺലൈൻ ക്ലാസ്. അപ്പം എന്തെങ്കിലും ഡിഫറൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടായിരുന്നോ? ഓഫ്ലൈനിൽ പഠിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആക്കാം എന്ന് അങ്ങനെ വല്ലതും തോന്നിയിരുന്നോ? ഇല്ല, അങ്ങനെയല്ല. ഇത് ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പഠിച്ചോണ്ട് എനിക്ക് നല്ലോണം അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയായിരുന്നു. നേരത്തെ എന്താ അവോധയിൽ വരുന്നതിന് മുമ്പ് നേരത്തെ എന്താ ജിഷ്ണു പഠിച്ചിരുന്നേ? ഇതന്നെ ഇന്റീരിയർ ഡിസൈനിങ് തന്നെ പഠിച്ചിരുന്നത്. കോളേജ് ഇല്ല, ഞാൻ +2 കഴിഞ്ഞിട്ട് ഡിപ്ലോമ തന്നെ കുറെ കോഴ്സ് ചെയ്ത് നോക്കിയായിരുന്നു. എല്ലാം പകുതി വെച്ച് നിർത്തി. പിന്നീടാണ് ഇന്റീരിയർ ഡിസൈനിങ് ചെയ്തത്. അത് കംപ്ലീറ്റ് ചെയ്തതിനും ജോലി ഒന്നും കിട്ടിയില്ല. പിന്നീടാണ് അവോധയിലേക്ക് ചേർന്നത്. ഇപ്പോ ജിഷ്ണു എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഡീറ്റെയിൽസ് പറയാമോ? ഞാൻ എറണാകുളത്ത് തുരുത്തിക്കര എന്ന സ്ഥലത്ത് ലൈക്ക ഡിസൈൻസ് എന്ന് പറഞ്ഞൊരു ഡിസൈനിങ് കമ്പനി ഉണ്ട്. അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. വർക്ക് സ്റ്റാർട്ട് ചെയ്തില്ലേ? വർക്ക് സ്റ്റാർട്ട് ഇപ്പൊ 3 ദിവസമായുള്ളൂ കയറിയിട്ട്. ഇതുവരെ കുഴപ്പമൊന്നുമില്ല, നല്ല അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. 3 ദിവസമായിട്ടുള്ളൂ, എന്നാലും അവിടുന്ന് പഠിക്കാൻ പറ്റും എന്നൊരു ഇതില്ലേ? പഠിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, നല്ലതാണ്. അവിടുത്തെ സ്റ്റാഫ്സ് ഒക്കെ എങ്ങനെയുണ്ട്? സപ്പോർട്ടീവ് ആണോ എല്ലാവരും? വേറെ സ്റ്റാഫ്സ് ഒന്നും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പൊ അവിടെ. ബാക്കി ഇവിടെ MD കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവര് ചെയ്യുന്നത്. അവര് മാഡം ഭർത്താവും കൂടിയാണ് അവര് ചെയ്യുന്നത്. ഇപ്പം ജിഷ്ണു ഇപ്പൊ ഓട്ടോകാഡ് എന്നൊരു കോഴ്സ് കംപ്ലീറ്റ് സക്സസ്ഫുള്ളി അവോധയിൽ പഠിച്ചു ജോലി നേടി. സോ അപ്പൊ ഇനി അവോധയിലെ കോഴ്സ് എടുക്കാതിരിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. സോ അവരോട് എന്താ ഒരു ഒപ്പീനിയൻ ആയിട്ട് പറയാനുള്ളത് ജിഷ്ണുവിന്? അവരോട് തീർച്ചയായിട്ടും ധൈര്യമായിട്ട് ചേർന്നോളാന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നല്ലൊരു ഓഫറാണ്, നല്ലോണം പഠിക്കാനും പറ്റും. കാരണം ചുരുങ്ങിയ കാലയളവിൽ തന്നെ നല്ലൊരു ജോലി ഉറപ്പാക്കി തരുന്നുണ്ട്. അത് തന്നെ വലിയ കാര്യമാണ്. എല്ലാവരും ധൈര്യമായിട്ട് ചേരുക എന്നാണ് പറയാൻ. അപ്പോൾ താങ്ക് യു ജിഷ്ണു, ഇത്ര ടൈം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന്. ഓക്കെ, താങ്ക് യു. And all the very best for your future, and thank you for joining in Career. Thank you.